السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിഹിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ബഖറയിലെ 284 വചനമാണ് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്നത്. അല്ലാഹു തആല പറയുന്നു: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വഇൻ കുന്തും അലാ സഫരിൻ വലം തജിദൂ കാതിബൻ ഫറിഹാനുൻ മഖ്ബൂലത്തുൻ ഫഇൻ അമിന ബഅ്ലുകും ബഅ്ലൻ ഫൽയുഅദ്ദില്ലദീ ഉതുമിന അമാനതഹു വൽയത്തഖില്ലാഹ റബ്ബഹു വലാ തക്തുമൂ ശഹാദത വമൻ യക്തുംഹാ ഫഇന്നഹു ആഥിമുൻ ഖൽബുഹു വല്ലാഹു ബിമാ തഅമലൂന അലീം. കൊടുക്കൽ വാങ്ങൽ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് പല രീതിയിലുള്ള കാര്യങ്ങളും മുൻ വചനങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. അത്തരം സാഹചര്യങ്ങളിൽ അല്ലാത്ത ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കൽ വാങ്ങൽ നിർവഹിക്കേണ്ടത്, ഇത് സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. വഇൻ കുന്തും അലാ സഫരിൻ, വഇൻ കുന്തും അലാ സഫരിൻ, നിങ്ങൾ യാത്രയിലാണെങ്കിൽ, വലം തജിദു, നിങ്ങൾക്ക് കിട്ടിയതുമില്ല, കാത്തിബൻ, ഒരെഴുത്തുകാരനെ. അപ്പോൾ കടം വാങ്ങുക, കടം കൊടുക്കുക എന്ന് പറയുമ്പോൾ അതെഴുതി സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ആണ് അത് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതെന്നുള്ള വിശദ വിവരങ്ങൾ മുൻ വചനങ്ങളിൽ വന്നു. ഇനി നിങ്ങൾ യാത്രയിലാണ്, അങ്ങനെ ഒരു എഴുത്തുകാരനെ നിങ്ങൾക്ക് കിട്ടിയതുമില്ല. അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് പണം ആവശ്യമായിട്ട് വന്നു. ഫരിഹാനുൻ, അപ്പോൾ പണയം കൊടുക്കേണ്ടതാണ്. മഖ്ബൂലത്തുൻ, കയ്യിൽ പിടിക്കപ്പെടുന്ന നിലയിൽ. അപ്പോൾ ഒരു സാധനം അതിന് ഈടായിട്ട് കൊടുക്കണമെന്നർത്ഥം. ഫരിഹാനുൻ മഖ്ബൂലത്തുൻ, കയ്യിൽ പിടിക്കപ്പെടുന്ന ഒരു പണയം. അപ്പോൾ നമുക്കൊരു 100 രൂപ ആവശ്യമുണ്ട് എങ്കിൽ ആ 100 രൂപ ആ വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനം ഒരു ജാമ്യമായി, പണയമായി കൊടുക്കേണ്ടതാണ്. ഫൈൻ അമിന ബഅ്ലുക്കും ബഅ്ലൻ, ഇനി നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, ഫൈൻ അമിന ബഅ്ലുക്കും, നിങ്ങളിൽ ഒരാൾ, ബഅ്ലൻ, മറ്റൊരാളെ. അപ്പോൾ
നിങ്ങളിൽ ചിലർ മറ്റു ചിലരെ, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ മറ്റൊരാളെ വിശ്വസിക്കുകയാണെങ്കിൽ ഫൽ യു അദ്ദി ലദീ ഉതുമിന, ഫൽ യു അദ്ദി അപ്പോൾ വീട്ടിക്കൊള്ളട്ടെ, അല്ലദീ ഉതുമിന വിശ്വാസം അർപ്പിക്കപ്പെട്ടവൻ. അപ്പോൾ വിശ്വസിച്ച് രണ്ടു പേർക്ക് തമ്മിൽ വേണമെങ്കിൽ ഏർപ്പാടുകൾ നടത്താം. അപ്പോൾ വിശ്വസിക്കപ്പെട്ടവൻ അമാനത്തുഹു, അവൻ്റെ വിശ്വാസ്യതയെ അവൻ പൂർത്തിയാക്കണം. ഫൽ യുഅദ്ദില്ലദീ ഉതുമിന അമാനത്തുഹു, പരസ്പര വിശ്വാസത്തോടുകൂടി ആ കാര്യം നിർവഹിക്കേണ്ടതാണ്. അപ്പോൾ അതിനവിടെ സാക്ഷികളൊന്നുമില്ല. ഇവർ എൻ്റെ കയ്യിലുള്ള പണം കൊടുത്ത് അതിന് ആവശ്യമായ തുക സ്വീകരിക്കുന്നു. അങ്ങനെ ആ കാര്യത്തിന് മറ്റ് സാക്ഷികളോ മറ്റ് തെളിവുകളോ ഒന്നുമില്ല. കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്ത ഈ നടപടിയിൽ അവർ വൽ യത്തഖില്ലാഹ റബ്ബഹു, വൽ യത്തഖില്ലാഹ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ, റബ്ബഹു അവൻ്റെ റബ്ബായ, അവൻ്റെ രക്ഷിതാവായ, അവൻ്റെ രക്ഷകനായ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ. വലാ തക്തുമു ഷഹാദത്ത, വലാ തക്തുമു നിങ്ങൾ മറച്ചു വയ്ക്കരുത്, അഷഹാദത്ത ഈ നടത്തപ്പെട്ട സാക്ഷ്യങ്ങൾ. പരസ്പരം നിങ്ങൾ ഈ കൊടുക്കുകയും വാങ്ങുകയും ചെയ്ത ഈ കാര്യങ്ങൾക്ക് അല്ലാഹു തആല സാക്ഷിയാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ഓർത്തിരിക്കുക, വലാ തക്തുമു ഷഹാദത്ത, ഈ സാക്ഷ്യങ്ങളൊന്നും നിങ്ങൾ മറച്ചു വയ്ക്കരുത്. വമൻ യക്തുംഹ, ഇനി ആരെങ്കിലും അങ്ങനെ മറച്ചു വെച്ചാൽ ഫഇന്നഹു ആസിമുൻ ഖൽബുഹു, ഫഇന്നഹു നിശ്ചയമായും അവൻ ആസിമുൻ പാപിയാണ്, പാപം ചെയ്തവനാണ്. ഖൽബുഹു അവൻ്റെ ഹൃദയം, അപ്പം അവൻ്റെ ഹൃദയം പാപം ചെയ്തതായി മാറും. അല്ലാഹു തആല നോക്കുന്നത് അവൻ്റെ ഹൃദയത്തിലേക്കാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. നമ്മുടെ ബാഹ്യ ശരീരങ്ങളിലേക്കൊന്നുമല്ല, അവൻ അവൻ്റെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ അവനേതെങ്കിലും ഈ കാര്യത്തിൽ, ഈ കൊടുക്കൽ വാങ്ങൽ സംബന്ധമായി കൊടുത്ത സാധനം എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടില്ല എന്ന് പറയുകയോ, ഇനി അതിൻ്റെ പൈസ തിരികെ കൊടുക്കുമ്പോൾ അവൻ കൊടുക്കാതിരിക്കുകയോ, വേറെ സാക്ഷികളൊന്നുമില്ല, അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ചതിപ്രയോഗം നടത്തുകയാണെങ്കിൽ ഫഇന്നഹു ആസിമുൻ ഖൽബുഹു അവൻ്റെ ഹൃദയം പാപപങ്കിലമാണ്, അവൻ പാപിയാണ്. വല്ലാഹു ബിമാ തഅമലൂന അലീം, വല്ലാഹു അല്ലാഹു തആല ബിമാ തഅമലൂന അലീമൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നന്നായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ്, അലീമൻ എന്ന് നിങ്ങൾ അറിയുക. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തെ സംബന്ധിച്ചും വിശ്വാസികളോട് അല്ലാഹു തആലയെ മുൻനിർത്തിക്കൊണ്ട് ആണ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നിരന്തരം നമ്മൾ ഏതൊരു വചനത്തിലൂടെ കടന്നു പോകുമ്പോഴും, അല്ലെ 2-3 വചനങ്ങൾക്കകത്ത് വെച്ച് നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ നിങ്ങൾ തഖ്വയുള്ളവരാകുക, അവനെ ഭയപ്പെടുക എന്ന് നമ്മെ സദാസമയവും നമ്മളെ ഇങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം ഈ ജീവിതം ഒരു ഹ്രസ്വകാല ജീവിതമാണ്. നമ്മൾ ഇവിടം ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നവരാണ്. അനുനിമിഷം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അവൻ നമ്മെ ഈ കാഴ്ചകൾ കാണുന്നതിന് ഇങ്ങോട്ട് വിട്ടതാണ്, ഇവിടെ ഒരു ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയാണ് നിങ്ങളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ആ ഉദ്ദേശലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയായിരിക്കണം നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനം. നോക്കൂ, ഇന്ന് ഇപ്പോൾ പ്രഭാതമായി വരുന്നു. ഈ പ്രഭാതത്തിൽ ഈ സൂര്യൻ ഇപ്രകാരം ഉദിച്ചുയരുന്നില്ല എന്ന് കരുതുക. എന്താണ് ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്നത്? ഇനി ഈ ഇരുട്ട് ഇങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണ് എങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു ദിവസവും വരുന്നില്ല.
ഇനി ഉദിച്ചുയർന്ന സൂര്യൻ അതുപോലെ നിൽക്കുകയാണ് എങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരിരുട്ടും വരുന്നില്ല, അതോടെ നമ്മൾക്ക് ഒരു ദിവസവും വരുന്നില്ല. ഈ ഉദയാസ്തമയത്തിലൂടെ അല്ലാഹു തആല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു പാഠം ഇതാ. ഈ ഉദിച്ചുയരുന്ന സൂര്യനെ കുറേ സമയം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 10-12-13 മണിക്കൂറിനകം നിങ്ങൾ കാണില്ല. പിന്നീട് നിങ്ങൾക്ക് ഒരു നിശ്ചിത സമയം വരുമ്പോഴാണത് വീണ്ടും വരുന്നത്. അപ്പോൾ ഈ ദിനത്തെ നമുക്ക് അവൻ നൽകിയതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്ന് 1925 മാർച്ച് മാസം ഏപ്രിൽ മാസം 11-ാം തീയതിയാണ്, അല്ലെ 10-ാം തീയതിയാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇങ്ങനെ അവൻ ഈ പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഓരോ ദിവസവും ഇങ്ങനെ അവൻ നമുക്ക് കാണിച്ചു തരുന്ന പ്രകാശത്തെ ഇല്ലാതാക്കിയിട്ട് വീണ്ടും അവൻ പ്രകാശം തരുന്നു. ഇതുപോലെ നമ്മൾ ഈ ഭൂമുഖത്ത് നിന്നും അപ്രത്യക്ഷമായാലും നമ്മളെ വീണ്ടും കൊണ്ടുവരുവാൻ അവൻ കഴിവുറ്റവനാണ് എന്ന പാഠമാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന ഈ ഓരോ ദിവസവും നമ്മൾ എന്താ പ്രവർത്തിച്ചത് എന്ന് അനുനിമിഷം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രക്ഷാധികാരി നിങ്ങൾക്കുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് ഇവിടെ വല്ല ചതിയും വഞ്ചനയും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാമെന്ന് വിചാരിക്കരുത്. ഈ ഏർപ്പാടുകളൊക്കെ താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് ഈ ലോകത്ത് ആവശ്യമായി വരും. അപ്പോൾ നിങ്ങളുടെ വിശ്വാസ്യത, നിങ്ങളെങ്ങനെ ആ കാര്യത്തെ നോക്കിക്കാണുന്നു, ചതിക്കുന്നുണ്ടോ, വഞ്ചിക്കുന്നുണ്ടോ, മറ്റേതെങ്കിലും അനാശാസ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നോ, നിങ്ങൾ എന്താണ് പ്രവർത്തിക്കാൻ പോകുന്നത്, ഇത് സംബന്ധമായിട്ട് അല്ലാഹു നിരീക്ഷിക്കുന്ന ഒരു നിരീക്ഷണ വ്യവസ്ഥ ആണ് ഈ ഭൂമിയിലെ ജീവിതം. ഇപ്പം അല്ലാഹു തആല അവൻ്റെ ദീൻ, അതായത് ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലം ലഭിക്കുന്ന പ്രവൃത്തി, അതാണ് ദീൻ. അപ്പോൾ അല്ലാഹുവിൻ്റെ ദീൻ എന്ന് പറഞ്ഞാൽ അത് പ്രതിഫലം ലഭിക്കുന്നതാണ്. നോക്കൂ, ഒരു കുട്ടി ജനിച്ചു എന്ന് സങ്കല്പിക്കുക. കുട്ടി ജനിച്ചാൽ 7ൻ്റെ അന്ന് അല്ലെങ്കിൽ ഒരു മാസത്തിനകം, നമ്മുടെ ഇമാം നമ്മളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം അനുസരിച്ച് നമ്മെ പഠിപ്പിച്ചതാണ്. 7 ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിനകം നിങ്ങൾ കുട്ടിയുടെ മുടി കളയുക, അതിന് തുല്യമായ സ്വർണം സദക്ക ചെയ്യുക, ഒരു ആടിനെ അല്ലെ 2 ആടിനെ നിങ്ങൾ അറുത്ത് സദക്ക ചെയ്യുക, ബന്ധുമിത്രാദികൾക്കും കൂട്ടുകാർക്കും പാവപ്പെട്ടവർക്കും ഭക്ഷണമായി അത് കൊടുക്കുക. അല്ലാഹു തആല നിങ്ങൾക്ക് തന്ന വലിയ അനുഗ്രഹമാണ് ഇത് എന്ന് നമ്മൾ വിശ്വാസികളാണെന്ന് പറയുന്ന നമ്മൾ അത്തരം പ്രവൃത്തികൾ എന്തെങ്കിലും ചെയ്യുന്നു. അതേസമയം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്ത ആളുകളുമായി നമ്മൾ ഇടപഴകി നമ്മളങ്ങ് കഴിഞ്ഞു കൂടുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള ദീനീ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം അവരുടെ കൂടാണ് നമ്മുടെ ജീവിതം. നമ്മൾ ഈ ദീനിനെ നമ്മുടെ നിത്യജീവിതത്തിലോ അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിലോ കുടുംബജീവിതത്തിലോ നടപ്പാക്കി കാണിക്കുവാൻ ശ്രമിക്കാത്ത, അവരോടൊപ്പം ചേർന്ന് കൈയിട്ട് നടക്കുന്ന ആളുകളായതുകൊണ്ടാണ് ഈ ദീനൊന്നും നമുക്കില്ലാത്തതും നമുക്ക് നടപ്പിലാക്കി കാണാൻ കഴിയാത്തതും. അവരുടെ ദീൻ അവർ നടപ്പിലാക്കുകയും നമ്മൾ അവിടെ സന്നിഹിതരായിരിക്കുകയും ചെയ്യുന്ന ദയനീയമായ കാഴ്ച. എന്നിട്ട് നമ്മളും പറയുന്നു നമ്മളും വിശ്വാസികളാണ് എന്ന്. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ റമദാൻ കഴിഞ്ഞു, ഇനി ഒരു 70 ദിവസം അല്ലെ 68-69 ദിവസമാകുമ്പോൾ ഒരു വലിയ പെരുന്നാൾ വരുന്നു. ആ ദിനത്തിൽ ഓരോരുത്തരും ബാധ്യതയുള്ളതാണ് ഉളുഹിയായ്ക്ക്, അത് ബലിയർപ്പണം. തങ്ങളുടെ ജീവിതത്തിൽ അത് കാണിക്കാൻ വേണ്ടി നമ്മുടെ ഇമാം വന്നപ്പോൾ, ഇമാം ആദ്യകാലത്ത് നമ്മളൊക്കെ വളരെ താണ് നിൽക്കുന്ന ആളുകളായതുകൊണ്ട് അങ്ങ് ആ സ്ഥലത്ത് നിന്ന് നമുക്ക് പൈസ അയച്ചു തന്നു. നിങ്ങൾ ഒരു മൃഗത്തെ വാങ്ങിച്ച് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് അതിന് ബലിയർപ്പണം നടത്തി നിങ്ങളതിൽ ഒരു ഓഹരി എടുത്ത് ഭക്ഷണം വെച്ച് കഴിച്ച് ബാക്കി ഒരു ഭാഗം മറ്റ് സാധുക്കൾക്ക് വിതരണം ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് രൂപയൊക്കെ അയച്ചു തന്ന ഒരു ഇമാമുണ്ട്.
ആ ഇമാം അയച്ചു തന്നത് വാങ്ങിച്ച് നമ്മളങ്ങനെ ചെയ്ത് നമ്മൾ കഴിച്ചു എന്നല്ലാതെ പിന്നീട് എത്രയോ വർഷങ്ങൾ വീണ്ടും പിന്നിട്ടുകൊണ്ടേയിരുന്നു. നമ്മളാരും ഉദ്ഹിയ നിർവഹിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനൊരു ബലിപ്പെരുന്നാൾ വരുമെന്നോ അങ്ങനെ ആ ദിനത്തിൽ വന്നാൽ നമുക്കിത് ചെയ്യണമെന്നോ ഉള്ള യാതൊരു ചിന്തയുമില്ലാത്ത, അപ്പോൾ ഇതൊന്ന് വീണ്ടും ഒന്ന് പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ഉള്ള ഒരു ചെറിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. നമുക്ക് അറിയാമല്ലോ, ഒരാടിന് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആട്ടിറച്ചിക്കൊക്കെ 1000-1100 രൂപ ആയൊക്കെ മേളിലായെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരെണ്ണത്തിന് വാങ്ങിച്ച് നമ്മൾ എല്ലാവരും കൂടി ചേർത്ത് ഒരെണ്ണത്തിന് വാങ്ങിക്കുന്നതിന് വേണ്ടി ഒരു സഹോദരനെ ഏർപ്പെടുത്തി. ആ സഹോദരൻ ഇങ്ങനെ രാവും പകലും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്നോട് പറയാറുണ്ട്. ഏതായാലും അള്ളാൻ്റെ ദീൻ നടപ്പിലാക്കി കാണിക്കേണ്ടതാണ്, അത് നമ്മുടെ പ്രവൃത്തിയിലൂടെ കൊണ്ടുവരേണ്ടതാണ്. അതിൽ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ആയിരിക്കണം നമ്മുടെ കാംക്ഷ, ആഗ്രഹം. അപ്പോൾ ആ തൃപ്തി ലഭിക്കുന്നതിന് പര്യാപ്തമായ നിലയിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കയ്യിലുള്ള ഒരു പണയം കൊടുത്ത് എഴുത്തുകാരെ ആരെയും കിട്ടിയില്ലെങ്കിലും പരസ്പര ധാരണയോടുകൂടി അത് പൂർത്തിയാക്കി പറഞ്ഞ പീരീഡിൽ നിങ്ങൾ ആ വിശ്വാസിച്ചേൽപ്പിച്ച പണയ സാധനം തിരികെ കൊടുക്കുകയും നിങ്ങളുടെ ആ തുക സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ള അതിമഹത്തായ ഒരു എളുപ്പ വഴിയും അല്ലാഹു തആല നമ്മുടെ വിശ്വാസികളാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ നടക്കും. വിശ്വാസികളല്ല എങ്കിൽ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളായി തീരുകയും ചെയ്യും. ഈ ഖുർആൻ വചനത്തിലൂടെ അല്ലാഹു തആല നൽകിയ ഈ കൽപ്പനകളുടെ ഒരു ചെറിയ വിശദീകരണം ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് നാളത്തെ പ്രഭാതത്തിൽ ആ വിശദീകരണത്തിന് ശേഷം നമുക്ക് അടുത്ത വചനത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി അല്ലാഹു തആല നൽകുന്ന ഈ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്തുക. എന്തിനു വേണ്ടിയാണ്? വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനല്ലാതെ നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അതിനു വേണ്ടിയാണ് അവൻ സൂര്യനെ ഉദിപ്പിക്കുന്നതും അസ്തമിപ്പിക്കുന്നതും. അതിനു വേണ്ടിയാണ് അവൻ ആകാശലോകത്ത് നിന്നും മഴ വർഷിപ്പിക്കുന്നത്. അതിനു വേണ്ടിയാണ് അവൻ ഭൂമിയിൽ അവൻ്റെ സൃഷ്ടിജാലങ്ങളെ ജീവിപ്പിക്കുന്നത്. ആ മനുഷ്യന് വേണ്ടിയാണ് അവൻ ഈ ഭൂമിയിൽ ധാന്യങ്ങളെ മുളപ്പിക്കുന്നത്. അവന് വേണ്ടിയാണ് അവൻ ഈ ഭൂമിയിൽ ജലം നിക്ഷേപിച്ച് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ അല്ലാഹു തആല ചെയ്തിരിക്കുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും നുകർന്നുകൊണ്ട് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി വിളിക്കപ്പെടുമ്പോൾ അതിനെ തിരസ്കരിക്കുന്നവർ നേരിടേണ്ടി വരുന്ന ദുരന്തങ്ങൾ ഇവിടെ മാത്രമല്ല, ഈ ലോകം വിട്ടു പോയതിന് ശേഷവും സൂര്യനെ നമ്മളിൽ നിന്ന് മാറ്റിയ ശേഷം ആ സൂര്യൻ മരിച്ചുപോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സന്ധ്യയാവുമ്പോൾ ഇനി അവൻ അതൊന്നിനെ കൊണ്ടുവരണം. അപ്പോൾ ആ നിലയിൽ നമ്മളെ കൊണ്ടുവരാനൊക്കെ കഴിവുള്ളവനാണ് എന്ന കാര്യം വിസ്മരിക്കേണ്ട. അല്ലാഹു തആല അവൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താലാണ് നമുക്ക് ഈ മനുഷ്യജന്മം, ഈ റൂഹം നൽകിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ പരിപോഷിപ്പിക്കേണ്ടതാണ്, അതിനെ സംശുദ്ധമാക്കേണ്ടതാണ്. അതിനു വേണ്ടി ആയിരിക്കട്ടെ നമ്മുടെ ജീവിതം. നമുക്ക് സുഖകരമായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അല്ലാഹു തആല എല്ലാ ഏർപ്പാടും ചെയ്തിരിക്കുന്നത്. വളരെ സന്തോഷത്തോടുകൂടി കഴിയാൻ. പക്ഷേ ഈ ദീൻ കൈവിടരുത്. ഇതിൽ പറഞ്ഞ അധ്യാപനങ്ങൾ അനുസരിച്ചല്ലാതെ ജീവിക്കരുത്. അതിനൊരു വിട്ടുവീഴ്ചയും കാണിക്കാൻ പാടില്ല. അങ്ങനെ തന്നെ ആയിരിക്കുവാൻ അല്ലാഹു തആല നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ജസാക്കുമുല്ലാഹ് അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.